നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നന്ദിനിമോൾ വരാൻ ഒത്തിരി വൈകുമോ? ഇത്തിരി വൈകും. കൃഷ്ണപുരം ബ്രാഞ്ചിലല്ലേ അവളുടെ ലോക്കർ. അച്ഛനും അമ്മയ്ക്കും നമോ നമസ്കാരം. 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 ഇരിക്കെ. അതെ, ഓർഫനേജിലെ ആ പഴയ പരിചയക്കാരിയാണ് നോക്കുന്നതെങ്കിൽ ഇവിടെ ഇല്ല. അവള് ബാങ്കിൽ പോയിരിക്കെ. ഓ, സാധാരണ ഞാനിവിടെ വരുമ്പോ കാണാറുള്ളതാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. കമ്പനി കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ അതിനല്ലേ ഞാനിവിടെ ടൗണിൽ താമസം മാറ്റിയിരിക്കുന്നത് തന്നെ. ഞാൻ ഇപ്പൊ വന്നത് വേറൊരു കാര്യം പറയാനാ. എന്താ ഗിരി? അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഹോട്ടലിൽ താമസിക്കേണ്ട, എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കാന്ന്. പിന്നെന്താ, ഞാനത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. ഞാനത് ആലോചിച്ചു അമ്മേ. ബിസിനസ് കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതെന്തുകൊണ്ടും എനിക്ക് സൗകര്യ. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ 100 സമ്മത. ഞങ്ങൾക്ക് സന്തോഷ. അല്ല രാജലക്ഷ്മി, ഗിരിയെ ഇവിടെ എവിടെ താമസിപ്പിക്കും? മോമ്പ, ഇവളെന്ത് ഭാവിച്ച എന്റെ ദൈവമേ. എന്റെ ഹൃദയത്തിലൂടെ ഒരു വാള് കടന്നു പോകുന്ന വേദന. ഇവളെന്തോന്ന് വായി നോക്കി നിൽക്കുക. മൈഥിലി തന്നെ ആയിരിക്കും. നിങ്ങൾ വെറുതെ സമയം കളയുവാണേ. ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുക്കാൻ അവര് വിളിക്കുന്നു. ഒന്ന് വേഗം വരാവോ, എനിക്ക് വേറെ പണിയുണ്ട്. ചുമ്മാ മെനക്കെടുത്താ നിൽക്കുന്നു. ദൈവമേ, വർഷങ്ങളായുള്ള എൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേട്ടല്ലോ. അമ്മ എന്നെ നോക്കി ഇങ്ങോട്ട് വരിക. എൻ്റെ ഈശ്വര, നിന്നോട് ഞാൻ എങ്ങനെ നന്ദി പറയും? ഗിരി, കേറി നോക്ക്. ഇതാണ് ചമ്പകമംഗലത്തിന്റെ ഔട്ട് ഹൗസ്. ഇവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗിരിക്ക് ഇവിടെ താമസിക്കും. ഓക്കെ. അമ്മ എൻ്റെ ഹൃദയം കീറി നോക്കിയാണ്. എനിക്ക് സഹിക്കാൻ പറ്റണില്ല. എങ്ങനെയുണ്ട് ഗിരി? എനിക്ക് ഇവിടെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അമ്മേ. എനിക്ക് സന്തോഷം. ഗിരിക്ക് ഇവിടെ താമസിക്കും. ഞാൻ എന്റെ മൂത്ത മകന്റെ സ്ഥാനത്താ നിന്നെ കാണുന്നത്. അങ്ങനെ തന്നെ കാണണം. അനാഥനായി വളർന്ന എനിക്ക് അമ്മ എന്ന് കേൾക്കുമ്പോ തന്നെ ഉള്ളു നിറയ, മനസ്സിലൊരു വിതുമ്പൽ പോലെ. മനുഷ്യർക്കെന്നല്ല, എല്ലാ ജീവികൾക്കും അമ്മയെന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ ഒരു ലോകം തന്നെയാ. പക്ഷേ ചില മക്കൾക്ക് നമ്മളെ കണ്ണീര് കുടിപ്പിക്കുന്നത് ഒരു വിനോദം. ഗിരി വരൂ. ജയറാം, ഇനിയിപ്പോ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്.
സ്വർണം കൊണ്ടുവന്ന് ലോക്കറിൽ വെച്ചോ? വെച്ചു. അത് ബാങ്കിലെ ലോക്കറിൽ വെച്ചപ്പോ നിനക്ക് സമാധാനമായി കാണുമല്ലോ അല്ലേ? സമാധാനമായി. കാരണം നിന്റെ കണ്ണ് അതിൽ വീണപ്പോ മുതല് എനിക്ക് ടെൻഷനായിരുന്നു. അതൊരു പാവം അമ്മയാ. അവരെ ചതിച്ച ദൈവം വെറുതെ വിടില്ല. ആ, ഇനി അതെന്തോ ആട്ടെ. ഇനി അതിന്റെ പേരും പറഞ്ഞ് നമ്മൾ തമ്മിൽ ഒരു തർക്കം വേണ്ട. കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തിയത് എന്റെ ബുദ്ധിമോശം. അല്ല, നിന്റെ അമ്മയോടെ? അമ്മ വരുന്ന വഴി കടയിൽ കയറി. ഞാൻ ഇങ്ങോട്ട് വന്ന് കയറിയതേ വലിയ ടെൻഷനോടെയാ. എന്താ എന്തുപറ്റി? എടാ, ഒരു അബദ്ധം പറ്റി. അബദ്ധം പറ്റിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതെന്ത് അബദ്ധമാണെന്നാ ചോദിച്ചേ? എടാ, ബാങ്കിൽ വെച്ച് ഞാൻ ആ ദേവമ്മയും എന്റെ പഴയ അമ്മായിയമ്മ സാവിത്രിയും കണ്ടു. അല്ല, നീ അവരെ കണ്ടു എന്നല്ലാതെ നിന്നെ അവര് കണ്ടോ? ദേവമ്മ എന്നെ കണ്ടിട്ടുണ്ട്, ഉറപ്പാ. ചതിച്ചല്ലോ ദൈവമേ. നിന്നെ ആ സ്ത്രീ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും നിന്റെ പിന്നാലെ ഉണ്ടാവും. അവരെന്തായാലും ആ കാർത്തിയെ മീനാക്ഷിയെ അറിയിക്കും. എല്ലാ പടകളും കൂടി ഒരുമിച്ച് ഇങ്ങോട്ടായിരിക്കും വരിക. ദൈവമേ, ഇനി എന്താ ചെയ്യുക? അല്ല വൈശാഖേ, ഈ വീട് അവരെങ്ങനെ കണ്ടുപിടിക്കാനാ? എന്റെ മൈഥിലി ബാങ്കിൽ ചോദിച്ചാ അവരിവിടത്തെ അഡ്രസ് കൊടുക്കില്ലേ? എന്ത് ചെയ്യൂടാ? ഉടനെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ പറ്റൂ. എന്താ വേണ്ടതെന്നാ? എവിടെയാ മാഡം? ഇവിടെ എവിടെയോ ആണ്. ആ ഇടത്തോട്ടുള്ള റോഡ്. ആകെ പ്രശ്നമായല്ലോടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.